അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ 2 ട്രെയിലറുകൾ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ട്രെയിലർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റീവ് റോജേഴ്സ് അഥവാ ക്യാപ്റ്റൻ അമേരിക്കയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയ രണ്ടാമത്തെ ട്രെയിലറാണ്. രണ്ടാമത്തെ ട്രെയിലർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗോഡ് ഓഫ് തണ്ടർ ആയ തോറിനെയാണ്. ഈ ഒരു ട്രെയിലറിനെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടതായ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. തോറും ഡോക്ടർ ഡൂമും തമ്മിൽ എങ്ങനെയാകാം കണക്ഷൻ വരാൻ പോകുന്നത്? തോറിന്റെ മകളായ ലവിന് എന്താകാം സംഭവിക്കാൻ പോകുന്നത്? തോറിന് എന്താകാം സംഭവിക്കാൻ പോകുന്നത്? തോർ ഈ മൂവിയിൽ സർവൈവ് ചെയ്യാൻ സാധ്യതയില്ലേ? അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിലോ അല്ലെങ്കിൽ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലോ തോർ തന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേർഷനായ റൂൺ കിങ് തോർ ആയിട്ട് മാറുമോ? ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. സോ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പപ്പോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. സോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ട്രെയിലറിൽ ഒരു കാട്ടുപ്രദേശത്ത് നിന്നുകൊണ്ട് തന്റെ ഫാദറായ ഓഡിനോട് ഈ ഒരു യുദ്ധത്തിൽ കൂടെ സർവൈവ് ചെയ്യാൻ തന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന തോറിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. താൻ ആരെയാണ് യുദ്ധത്തിൽ നേരിടാൻ പോകുന്നതെന്നും ആ യുദ്ധത്തിൽ താൻ ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ സാധ്യതയില്ലെന്നും തോറിന് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. യുദ്ധത്തിൽ സർവൈവ് ചെയ്യുക എന്നത് മാത്രമല്ല, തന്റെ മകളായ ലവിനെ പറ്റിയും തോറ് ഓഡിനോട് പറയുന്നുണ്ട്. നമുക്കറിയാം, ഗോറിന്റെ മകളാണ് ലവ്. തോർ ലവ് ആൻഡ് തണ്ടറിന്റെ അവസാനത്തോടെ തോറ് തന്റെ സ്വന്തം മകളെ പോലെ ലവിനെ എടുത്തു വളർത്തുന്നതാണ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഇപ്പോൾ ഇറങ്ങിയ 2 ട്രെയിലറിലും നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കണക്ഷൻ ശ്രദ്ധിച്ചു കാണുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ അതൊന്ന് പറഞ്ഞു തന്നേക്കാം. അതായത്, അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ ഫസ്റ്റ് ട്രെയിലറിൽ സ്റ്റീവ് റോജേഴ്സ് തന്റെ കുഞ്ഞിനോടൊപ്പമുള്ള മൊമെന്റ്സ് ആണ് കാണിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ട്രെയിലറിൽ തോറും തോറിന്റെ മകളായ ലവും തമ്മിലുള്ള ചില മൊമെന്റ്സ് ആണ് കാണിക്കുന്നത്. അതായത്, ഞാൻ പറഞ്ഞു വരുന്നത് അവഞ്ചേഴ്സിന് മാത്രമല്ല, അവരുടെ മക്കൾക്കും നല്ലൊരു പ്രാധാന്യം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഉണ്ടാകും. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് ടോണി സ്റ്റാർക്ക് തന്റെ മകളായ മോർഗൻ സ്റ്റാർക്കിനോടൊപ്പം ജീവിക്കുന്ന അതേ സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റീവ് റോജേഴ്സും തോറും കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. ഓർക്കണം, അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, തോറ് ഇവർ മൂവരും അറിയപ്പെടുന്നത് ദ ബിഗ് 3 എന്നാണ്. ദ ബിഗ് 3യിൽ അയൺമാൻ മരണപ്പെട്ടിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് തോറും ക്യാപ്റ്റൻ അമേരിക്കയുമാണ്. ഒരു പക്ഷേ ഇവരിൽ ഒരാൾ മരണപ്പെടാനും സാധ്യത ഏറെയാണ്. അവഞ്ചേഴ്സ് ഡൂംസ്ഡേയെ ചുറ്റിപ്പറ്റിയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. തണ്ടർബോൾട്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിന്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും പിന്നെ ഇപ്പോൾ ഈ 2 ട്രെയിലേഴ്സും. ഇതിൽ 3 എണ്ണത്തിലും ഹീറോസിനെ മാത്രമല്ല മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, ഹീറോസിന്റെ മക്കളെയും കൂടെയാണ്. മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിന്റെ മകനായ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ്, സ്റ്റീവ് റോജേഴ്സിന്റെ കുഞ്ഞ്, പിന്നെ തോറിന്റെ മകളായ ലവും. ഒരു പക്ഷേ അവഞ്ചേഴ്സിന്റെ മക്കളെ കണ്ടെത്തി അവരെ മാനിപ്പുലേറ്റ് ചെയ്ത് മൾട്ടിവേഴ്സിനെ നശിപ്പിക്കാനോ തന്റേതായ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ ആകാം ഡോക്ടർ ഡൂം ശ്രമിക്കാൻ പോകുന്നത്. വരാനിരിക്കുന്ന പോരാട്ടം വളരെ ബുദ്ധിമുട്ടേറിയതാണെന്ന് തോറിന് നന്നായിട്ട് അറിയാം. തോർ ഇവിടെ പൂർണ്ണമായിട്ടും കരയുന്നില്ലെങ്കിലും തോറിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തോറിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ചിലപ്പോൾ തനിക്ക് ഏറെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടിട്ടുണ്ടാകാം. തനിക്ക് തിരികെ ലവിന്റെ പക്കലേക്ക് പോകണമെന്നും തോർ ഇവിടെ പറയുന്നുണ്ട്. അതും ഒരു വാരിയർ ആയിട്ടല്ല, ലവിന്റെ ഫാദർ ആയിട്ടെന്ന്. എനിക്ക് തോന്നുന്നത് തോർ തന്റെ പവർഫുൾ വേർഷനായ റൂൺ കിങ് തോർ ആവാൻ ശ്രമിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സീൻ ആയിരിക്കാം അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ രണ്ടാമത്തെ ട്രെയിലറിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, തോറിന് റൂൺ കിങ് തോർ ആവണമെങ്കിൽ തനിക്ക് വിലപിടിപ്പുള്ള എന്തും തോറിന് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. അതിപ്പോ തോറിന്റെ കണ്ണാകാം, ചിലപ്പോൾ ജീവൻ വരെ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. മേ ബി അവഞ്ചേഴ്സിനോടൊപ്പം തോറും മരണപ്പെട്ടേക്കാം. അങ്ങനെ മരണപ്പെട്ട് വൽഹാലയിലേക്ക് എത്തപ്പെട്ട തോറ് ഗോഡ് എംപറർ ഡൂമിനെ ഇല്ലാതാക്കാൻ റൂൺ കിങ് തോറായിട്ട് തിരികെ എത്തുന്നതായിരിക്കാം നമ്മൾ ഇനി കാണാൻ പോകുന്നത്. റൂൺ കിങ് തോറ് സർവ്വജ്ഞാനിയായിരിക്കും. റൂൺ കിങ് തോറിന് ചെയ്യാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തിനേറെ പറയണം, റിയാലിറ്റിയെ വരെ മാറ്റിമറിക്കാൻ റൂൺ കിങ് തോറിന് സാധിക്കും. ഗോഡ് എംപറർ ഡൂമിനോട് പോരാടി അദ്ദേഹത്തെ ഇല്ലാതാക്കണമെങ്കിൽ തോറ് റൂൺ കിങ് തോറായിട്ട് മാറിയാൽ മാത്രമേ സാധിക്കൂ. സോ ഗൈസ്, ഇത്രയുമൊക്കെയാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ രണ്ടാമത്തെ ട്രെയിലറിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. തോറിനെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലെ ലുക്കിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിരുന്നു. കോമഡി പീസായ തോറിൽ നിന്നുമൊക്കെ വളരെ വലിയ സീരിയസ് ആയ തോറിനെ ആയിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ ഗൈസ്, ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും പിന്നെ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ രണ്ടാമത്തെ ട്രെയിലറിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാമാണ് മനസ്സിലായതെന്നും മറക്കാതെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേരുന്നു.
അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.